ഉത്സവാഘോഷങ്ങൾക്കൊപ്പം അശരണരായ രോഗികൾക്ക് കരുതലും കൈത്താങ്ങുമായ പദ്ധതിയുമായി കോട്ടയം മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രം. ദേവി കാരുണ്യം എന്ന പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് നിർവഹിച്ചു. ദേശത്തിന്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ദേവിയുടെ തിരുവുത്സവം ഭംഗിയായി നടത്തുന്നതിനൊപ്പം ഒരു പങ്ക് ജീവകാരുണ്യത്തിനായി നീക്കിവെക്കണമെന്ന ചിന്തയാണ് കോട്ടയം മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രം ദേവി കാരുണ്യം പദ്ധതി ആവിഷ്കരിക്കാൻ കാരണം. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നത് ഉത്സവം പോലെ തന്നെ പവിത്രമാണെന്ന് ക്ഷേത്രോപദേശക സമിതി കരുതുന്നു. കൂടെ നാടിന്റെ പൂർണ്ണ പിന്തുണയും. പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് നിർവഹിച്ചു. എല്ലാ ക്ഷേത്രങ്ങൾക്കും അനുകരണീയമായ മാതൃകയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ഉപദേശക സമിതികളും മാതൃകയായി എടുക്കേണ്ട ഒരു സമിതിയാണ്. ഏതൊരു ദേവിയും ദേവനുമൊക്കെ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. കാരുണ്യം ചെയ്യുക, സ്നേഹത്തോടുകൂടി മനുഷ്യനെ സമീപിക്കുക, മനുഷ്യത്വപരമായ സമീപനങ്ങൾ എടുക്കുക. അതിനൊരു മാതൃകയാണ് കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിൽ ഉപദേശക സമിതി. അവർക്ക് എന്തായാലും ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും, എല്ലാ നാട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവും. എന്തായാലും വളരെ മാതൃകാപരമായ ഈ പദ്ധതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അവരെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന തുകയുടെ ഒരു ഭാഗം ദേവി കാരുണ്യത്തിനായി മാറ്റിവെച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ദേവി കാരുണ്യം എന്ന ഒരു പദ്ധതി ഇവിടുത്തെ ഉപദേശക സമിതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ അശരണരും നിർധനരും ആയിട്ടുള്ള ആൾക്കാർക്ക് ചികിത്സാ സഹായമായും വിവാഹ സഹായമായും ഒക്കെ ഒരു കൈ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ ഒരു വിഹിതം ദേവി കാരുണ്യ പദ്ധതിയിലേക്ക് മാറ്റിവെക്കുവാനായിട്ട് ഉപദേശക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഉത്സവ ചെലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന തുകയിൽ നിന്നും നല്ലൊരു തുക അതിനായി മാറ്റിവെക്കണമെന്നാണ് ഉപദേശക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും വരും വർഷങ്ങളിൽ ഈ പദ്ധതി കൂടുതൽ വിപുലമാക്കുന്നതിനും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ സഹായം എത്തിക്കുന്നതിനും ഉപദേശക സമിതി ശ്രദ്ധിക്കും എന്ന് ഉറപ്പു തരുന്നു. വരും വർഷങ്ങളിൽ പദ്ധതി കൂടുതൽ വിപുലമാക്കാനാണ് ക്ഷേത്രം അധികൃതരുടെ തീരുമാനം. ജനം, കോട്ടയം.